ദയാപൂർവം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. ദയാപൂർവം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഇവിടെ എത്തിച്ചു തന്നിട്ടുണ്ട്. പ്രവാസിനോടൊപ്പം ഇപ്പോൾ പണിയേറിയിരിക്കുന്ന ശരീരപ്രകാരം മരണമില്ലാത്തതുമായ ദൈവമേ, നിന്റെ പ്രത്യാശികളിൽ നശ്വരമായി ലോകത്തിൽ നിന്ന് യാത്രയായി ഞങ്ങളുടെ സഹോദരന് വേണ്ടി ഞങ്ങളുടെ നിന്നോട് അപേക്ഷിക്കുന്നു. അനുഗ്രഹങ്ങളും മനോഹരവും യാചിക്കണം. അവിടെ അക്ഷയവും മനസ്സിലുമായ ജീവിതത്തിനായി ഏൽപ്പിക്കുകയും ചെയ്തു. യോഗ്യമാകുന്നു. ജ്ഞാനികൾ മൂലമായും സമർത്ഥന്മാർ വിസ്മയിച്ചു നിൽക്കുകയും നീതിമാന്മാരുടെ സന്തോഷിക്കുകയും ദുഷ്കർമ്മികൾ അഗ്നിക്ക് പ്രശ്നമായി നൽകപ്പെടുകയും പുണ്യവാന്മാർ പ്രകാശത്തിൽ ആനന്ദിക്കുകയും ദുഷ്ടന്മാർ പുറത്തേക്ക് അയക്കപ്പെടുകയും വിശുദ്ധന്മാർ സന്തോഷിക്കുകയും ശ്രദ്ധന്മാർ ആഹ്ലാദിക്കുകയും പാപികൾ കുടിയിലേക്ക് വിധിക്കപ്പെടുകയും വലതുഭാഗം ജയത്താൽ ശ്രേഷ്ഠതപ്പെടുകയും ഇടതുഭാഗം നിത്യസമനത്തിലേക്ക് തള്ളപ്പെടുകയും ഇരുഭാഗങ്ങളോരവർ അറിയിക്കുന്നത് പ്രാപിക്കുകയും അവയ്ക്ക് മാറ്റം സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നതായ ആ സമയത്ത് കർത്താവിന്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ടവനായി ദാസനക്ക് തോന്നണമേ. നിന്റെ വിശുദ്ധതകളാൽ നിർമ്മിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ടതായി വാത്സല്യ സൃഷ്ടിയിൽ നിനക്ക് സന്നിധാനം തോന്നുമാറാകണമേ. നിന്നെ ആസ്വദിക്കുവാനായി നിർമ്മിക്കപ്പെട്ടതായി പത്രിയുള്ള നിന്നെ കുറിച്ച് നിനക്ക് തോന്നണമേ. മരണം നശിപ്പിക്കുകയും ജനനം മുഴുവനും കൂടായി തീരുകയും ചെയ്യുന്ന മാനുഷികാചരണങ്ങളെ കുറിച്ചും കോട്ടങ്ങളെ കുറിച്ചും നിനക്ക് തോന്നണമേ. കൂടിയായി നേരുന്നതായി സുന്ദരമായ കാലത്തെ കുറിച്ച് നിനക്ക് കനിവുണ്ടാകണമേ.
നമ്മുടെ ഇസ്രായേലിന്റെ റുഷ്മയാൽ മുദ്രയിടപ്പെട്ടവൻ ജീവനുള്ളവനും അതിന്റെ അതിർത്തിയിലേക്ക് അനുഭവിച്ചിട്ടുള്ളവൻ നിലയിലുള്ള വിശ്വാസത്തിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ച് നിന്റെ അടുക്കലേക്ക് യാത്രയായിരിക്കുന്നവനുമായി ഈ ദാസനങ്ങൾക്ക് അനുഭവമാകണമേ. മഹാകാരുണ്യവാനായ ദൈവമായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരണനിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസന്റെ ആത്മാവിന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ നിനക്ക് അടച്ചതായ ധൂപം കൈക്കൊണ്ട് പാപപരിഹാരത്തിനും മോചനത്തിനും തിരുസന്നിധിയുള്ള പൂർവ്വസന്നിധിക്ക് ഇവനെ അർഹനാക്കണമേ. സംസ്കാരി ഞങ്ങളടച്ചോ പരിമളധൂപരണി മരണമടഞ്ഞോർക്കാശ്വാസം സ്മൃതിയോടൊപ്പം നീ നൽകിയിടണമേ. ജീവാപ്രദരാജൻ അഗ്നിവാനത്തീന്നു മുതി ചെയ്യും മൃതരാ അഖിലർക്കും ജീവനൊന്നായി മൃതരില്ല കബറിനുദ്ധിതനായി പ്രാണൻ നൽകും നിന്നെ സ്തോത്രം ചെയ്തിടും. ദാർക്കുമോ ശിവയാൽ രക്ഷിച്ചവനായിനിയും ഈശോകൃപനെ നാം സ്തോത്രം ജീവിപ്പിക്കണമേ. ശരണേ ജീവൻ വിരമിപ്പിച്ചോരാ സകലവരേതർക്കും മോചനമേകണമേ. നിന്നുടേവൻ ദിനമതിലവർ മോദിക്കണമേ. അവരൊഴിവില്ലാതെ തേജോധാരികളാൽ മണവറേ മോദാ പ്രാപിച്ചിടേണോ. പാതാളത്തിൽ വഴിയും പാർപ്പിടവും പാർത്താൻ നിങ്ങൾ വേർപിരിയാൻ എന്നെ ഇപ്പോൾ ആഹ്വാനം ചെയ്തു. അവരെ കാണാനൽപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചേ കേട്ടില്ല. വാക്യം ദൂരം വാങ്ങിച്ചില്ല കൈക്കൂലി.
ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് നിലവിളിച്ചു ഭവനത്തിൽ വെച്ചുള്ള രണ്ടാമത്തെ ശുശ്രൂഷ പൂർത്തീകരിച്ചിരിക്കുകയാണ്. വൈലപ്ര ആശ്രമത്തിന്റെ സീനിയർ സുപ്പീരിയർ ആയിരിക്കുന്ന വനിതായ അപ്രൈൻ റംബാച്ചൻ ശുശ്രൂഷകർക്ക് പ്രധാന കാർമ്മികത്വം വഹിച്ചു. വനിതായ സാമച്ചൻ, വനിതായ കോർപ്പിസ് തോപ്പാച്ചൻ, പോളച്ചൻ എന്നിവരോടുള്ള സന്തോഷവും നന്ദിയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അറിയിക്കുന്നു. ഇപ്പോൾ വൈലപ്ര ആശ്രമത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട സാമച്ചൻ ചുരുങ്ങിയ വാക്കുകളിൽ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് സംസാരിക്കും. പരിസ്ഥിതിയുള്ള സഹോദരങ്ങൾ തമിഴ്നാട്ടിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്നു. പ്രിയപ്പെട്ടായി ജോയിച്ചാനെ സന്തോഷത്തോടുകൂടി യാത്ര അയക്കാൻ വേണ്ടിയാണല്ലോ നമുക്ക് ഇവിടെ കൂടിയിരിക്കുന്നത്. ഈ ദൈവദാസൻ ഈ ഭൂമിയിൽ ജനിച്ച നാൾ മുതൽ ഇതുവരെ ദൈവാശ്രയത്തോട് ജീവിക്കുകയും നല്ല മാതാപിതാക്കൾക്ക് ഈ ഭൂമിയിലേക്ക് മാതാപിതാക്കൾ കൂടി ഈ ഭൂമിയിലേക്ക് ജനിക്കുവാൻ ഇടയായ ജോയിച്ചു പറയാൻ കാരണം ഈ കുടുംബത്തിലെ മക്കളെ ഈ ജോയിച്ചാൻ്റെ സഹോദരങ്ങളെയൊക്കെ വളരെ അടുത്ത് ഇടപെടുവാനും സ്നേഹം പങ്കുവയ്ക്കുവാനും ഒക്കെ ഒത്തിരി അവസരം ലഭിച്ചിട്ടുണ്ട്. കടന്നുപോയ വലിയമ്മച്ചിയെ ഈ സമയത്തെ ഓർക്കുകയും ആ അമ്മച്ചിയുടെ ഒത്തിരി വാത്സല്യം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയായിട്ടുണ്ട്. ഈ കുടുംബത്തിൽ അനേക പ്രാവശ്യം വരുന്നതിനും ആ അമ്മച്ചി മരിക്കുന്നതിന് മുമ്പ് ഇവിടെ വരികയും അന്ന് തൊട്ടുള്ളതായ 82 മുതലുള്ളതായ കാലഘട്ടം 30 വർഷക്കാലം ഈ കുടുംബവുമായിട്ട് മൈലപ്രായ ആശ്രമവുമായി ബന്ധമുണ്ട്. ഇവിടുത്തെ കാലത്ത് തോന്നിയ മാത്യസ്വരംബാച്ചൻ അമേരിക്ക പര്യടന സന്ദർഭത്തിൽ അമ്മച്ചിയെ കാണുന്ന വാസ്തവത്തിൽ പ്രിയപ്പെട്ട മാസിന്റെ ഭവനത്തിൽ വെച്ചായിരുന്നു, ചിക്കാഗോയിൽ വെച്ച്. നാട്ടിൽ വന്ന ശേഷം കൂടെ ഈ ഭവനത്തിൽ വരികയും അമ്മച്ചിയെ വന്ന് കാണുകയും ഈ മക്കളെ എല്ലാവരെയും ഒന്ന് കാണുവാനും അവരുടെ എല്ലാവരുടെയും സ്നേഹം സ്വീകരിക്കുവാനും ഒക്കെ ഇടയായിട്ടുണ്ട്. പ്രിയപ്പെട്ട ഈ അച്ഛനെയും ഓർക്കുക, അച്ഛനെയും ഓർക്കുകയാണ് ഈ സമയത്ത്. അപ്പച്ചാനെ ഈ സമയത്ത് ഓർക്കുകയാണ്. ചോദിച്ചാണ് മാസിന് സഭയ്ക്ക് ഈ കുടുംബം ചെയ്തിട്ടുള്ളതായ പറഞ്ഞറിയിക്കുവാൻ സാധ്യമാകാത്ത വിധത്തിൽ സഭ കടപ്പെട്ട ഒരു കുടുംബമാണ് ഈ കുടുംബമെന്ന് എല്ലാവർക്കും അറിയാം. പ്രിയപ്പെട്ട അച്ഛനായിരുന്നാലും അന്യ കാലം ചെയ്ത അച്ഛനായിരുന്നാലും എല്ലാവരുടെയും ആ സ്നേഹാതിരുകൾ പിതാക്കന്മാർക്കും സഭയിലുള്ള വിശുദ്ധ ഭാവാതിരുമേനിമാർക്കും ഒക്കെ ഈ കുടുംബം അത്ര പ്രിയപ്പെട്ട കുടുംബമാണ്. ഞങ്ങളുമായിട്ടും ഈ ആശ്രമവുമായിട്ട് ബന്ധം സ്ഥാപിക്കുവാനിടയായി ഈ കുടുംബത്തിലെ മക്കള്, കൊച്ചുമക്കള് എല്ലാവരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനിടയാണ്. നല്ല ഒരു ദൈവ മനുഷ്യനെയാണ് യാത്ര അയക്കുന്നത്. ദൈവം ഈ നാട്ടിലെല്ലാവരും അറിയപ്പെടുന്ന ഒരു വലിയ ആളാണ്. ചോദിച്ചാൽ അറിയുമ്പോൾ ഈ നാട് മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. പള്ളിയോടും ആളുകളോടും ജാതിമത ഭേദമില്ല എല്ലാവരോടുമുള്ള സ്നേഹം കൊടുക്കുവാനും സ്നേഹം സ്വീകരിക്കുവാനും ദൈവം സാധിച്ചിട്ടുണ്ട്. ദൈവം ബംഗ്ലാദേശായി ജോയിച്ചാനെ ആശ്വസിപ്പിക്കട്ടെ.
അദ്ദേഹം കാണിച്ച നല്ല മാതൃക പിൻപറ്റുവാൻ നമുക്കും ഇടയാകട്ടെ. ഒത്തിരി കാര്യങ്ങൾ പറയുവാൻ മനസ്സിൽപ്പത്തി വരുന്നെങ്കിൽ സമയത്തിൻ്റെ പരിമിതിയും ഞാൻ നിർത്തുകയാണ്. ദൈവം നിങ്ങളെല്ലാം ആശ്വസിപ്പിക്കട്ടെ. നല്ലൊരു യാത്രയെ കൊടുക്കുവാൻ ദൈവം സംഗതിയാകട്ടെ. ശാസ്ത്രത്തിലെ എല്ലാവരുടെയും പേരിലുള്ള പ്രയർ ബാസിനെയും കോളർ ബാസിനെയും എല്ലാവരുടെയും ആശ്വാസവും ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. ഒരിക്കൽ കൂടി വന്യനായ അപ്രയം പ്രഭാസിനോട് വന്യനായ സാമച്ചനോടുമുള്ള പ്രത്യേകമായ നന്ദി കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അറിയിക്കുന്നു. ഇപ്പോൾ മൃതദേഹം മൊബൈൽ യൂണിറ്റിൽ നിന്ന് പെട്ടിയിലേക്ക് എടുത്തു വെക്കി ഭവനത്തിന് ഉള്ളിൽ നിന്ന് ഭവനത്തിന് പുറത്തേക്ക് ഇറക്കുവാൻ തക്കവണ്ണം ധൂപാർപ്പണത്തിന് ശേഷം ഭവനത്തിന് പുറത്തേക്ക് ഇറക്കി അവിടെ വെച്ച് തുടർന്നുള്ള ശുശ്രൂഷകൾ നിർവഹിക്കപ്പെടുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ദയവായി ഇനിയും അകത്തേക്ക് കൂടുതലായി ആളുകൾ കയറാതിരുന്നാൽ പെട്ടെന്ന് ഈ കാര്യങ്ങൾ ക്രമീകരിക്കാനിടയാകും. ഒരിക്കൽ കൂടി വലിയതായ വൈദികരോടുള്ള സന്തോഷം അറിയിക്കുന്നു. ഭവനത്തിൽ വെച്ചുള്ള അവസാനത്തെ ശുശ്രൂഷ കൃത്യം 2 മണിക്ക് ആരംഭിക്കും. അടൂർ കടമ്പനാട് ഭദ്രാസന അധികം അഭിനയ അത്രയും തീരുമാനിച്ചുകൊണ്ട് ഭവനത്തിലെ ശുശ്രൂഷകൾക്ക് പ്രധാന കാരണത്ത് വഹിക്കും എന്നുള്ളതാണ്. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാതെ നിങ്ങൾ വിലപിക്കരുതെന്ന് കർത്താവായ യേശുവിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. ൂഴിയായ ദേഹവും മായയാർന്ന ലോകവും വേർപിരിഞ്ഞു പോയിടും നിത്യമന്ദിരത്തിൽ ഞാൻ. അല്ലൽ തെല്ലുമേശിടാത്ത ക്ലേശമേതുമേറ്റിടാത്ത ശാന്തി ഭൂമി പൂകിടാൻ പോയിടുന്നു ഞാൻ മുതാ. വിശുദ്ധരൊത്തു വാഴുവാൻ ഈശനെ പുകഴ്ത്തുവാൻ ദൈവദൂതരൊത്തു നിത്യം
ദയയോ സമൃദ്ധിയോ നൽകിയില്ല തെല്ലുമേ ശാന്തിയന്ത്യവേളയിൽ. കാമകോപലോഭമോഹമൊക്കെ നീക്കി ലോകരെ ദാനമേകി ധന്യജീവിതം സദാ നയിക്കുവിൻ. തമ്പുരാന്റെ മുൻപിൽ ഞാൻ ഇമ്പമാർന്നു നിങ്ങളെ ഓർത്തിടാം സദാപി നിങ്ങൾ എന്നെയും സ്മരിക്കണേ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. കരയും നേരം മാനസമിരുളി താഴരുതേ. കാൽവരി മേലെ സ്വയബലിയായാൻ നിറയും മിഴിനീർ നീക്കിയിടും. കാൽവരി മേലെ സ്വയബലിയായാൻ നിറയും മിഴിനീർ നീക്കിയിടും. വിധവ പെണ്ണിൻ മകനുയർത്തന്നവൻ വിജയം നൽകാൻ വരുമല്ലോ. വിധവ പെണ്ണിൻ മകനുയർത്തന്നവൻ വിജയം ബഹുമാനരായ വൈദ്യശ്രേഷ്ഠ, പ്രത്യേകിച്ച് നമ്മുടെ ജോൺ കോർ എപ്പിസ്കോപ്പ അവറുകൾ, ബഹുമാനപ്പെട്ട അച്ഛൻ, പ്രിയമുള്ള ശുമാശൻ, കുടുംബാംഗങ്ങളെ, പ്രാർത്ഥനയിലും ദുഃഖത്തിലുമായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, വളരെ ദുഃഖത്തോടും സങ്കടത്തോടും കൂടിയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. കാരണം ബഹുമാനപ്പെട്ട ജോയിച്ചാനുമായിട്ട് വളരെ സുദീർഘമായ ഒരു ബന്ധവും സ്നേഹവും ഞങ്ങൾ തമ്മിലും ഈ കുടുംബം തമ്മിലും ഉണ്ടായിരുന്നു എന്നുള്ളതിനത് ഞാൻ ഓർക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് വളരെയധികം സ്നേഹവും ആദരവും ബഹുമാനവും ഉണ്ടായിരുന്ന ഒരു പിതാവായിരുന്നു ബഹുമാനപ്പെട്ട ജോയിച്ചാൻ എന്ന് ഇത്തരത്തിൽ ഞാൻ ഓർക്കുന്നു. എപ്പോൾ എവിടെ വെച്ച് കണ്ടാലും